ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് കൊണ്ട് മഹത്വമുണ്ടാകുന്നില്ല. നീ ഒരു മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് മഹത്വമുണ്ടാകുന്നില്ല. മഹത്വമുണ്ടാകണമെങ്കിൽ ഒരു ചെടി ഉണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരും ആ ചെടി നല്ല ചെടിയാണെന്ന് പറയണമെന്നുണ്ടോ? ഇല്ല. ഈ ചെടിയിൽ ഫലങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഒരു മാവിൽ നിന്ന് വരുന്ന മാങ്ങ, അത് ഇപ്പൊ മാങ്ങ ഉള്ള സമയമാണെന്ന് തോന്നുന്നു, കടിച്ചു നോക്കിയിട്ടാണ് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത്. ഫലങ്ങളാണ് നിന്റെ നന്മയും തിന്മയും നിശ്ചയിക്കുന്ന മാനദണ്ഡം. ഈശോ പറഞ്ഞു, നിങ്ങൾ ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഏത് ഫലം? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ധാരാളം പുറപ്പെടുവിക്കുമ്പോൾ, അങ്ങനെ പുറപ്പെടുവിക്കുക വഴി നിങ്ങൾ ഒരു കാര്യം തെളിയിക്കും. എന്താ തെളിയിക്കുന്നത്? നിങ്ങൾ എന്നിൽ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവ് വേണം. ചില ആളുകൾ പറയും, തെളിവുണ്ടോ? എനിക്കെതിരെ പറയുന്ന ആരോപണങ്ങൾക്ക് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്. വാട്സപ്പിലെ മെസ്സേജ് ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തെളിവുണ്ട്. യെസ്, നീ ക്രിസ്തുവിലാണെന്ന് നീ തെളിയിക്കുന്നത് എങ്ങനെയാണ്? നിന്നിൽ നിന്ന് വരുന്ന നന്മയുടെ ഫലങ്ങൾ അങ്ങനെ തെളിയിക്കുക വഴി നീ ദൈവത്തിന് മഹത്വം കൊണ്ടുവരും. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഫലമുള്ള ഒരാളായി നീ മാറുമ്പോ ദൈവം നിന്നെ ഒരു പുരോഹിതനായി, പുരോഹിതയായി പണിതുയർത്തുകയാണ്.